പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കേസ് ജയിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകണം എന്നുള്ള തീരുമാനവുമായി വിജയശങ്കർ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും അവളുടെ മുന്നിൽ തോറ്റുകൊടുക്കാൻ എനിക്ക് സാധിക്കുകയില്ല, അത് ഉറപ്പ് തന്നെയാണ്. മാത്രവുമല്ല, ഈ കേസിൽ നിന്ന് എൻ്റെ കക്ഷിയെ രക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചുകൊണ്ട് അർച്ചനയ്ക്കെതിരെ വിജയശങ്കർ ആഞ്ഞടിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം വിജയശങ്കറെ തോൽപ്പിക്കണം, അത് എൻ്റെ കൂടി ആവശ്യമാണ്. കാര്യങ്ങൾ അങ്ങനെ വിട്ടുകളയാൻ എനിക്കും പറ്റില്ല, വാശി എനിക്കുമുണ്ട്. ഞാൻ അവനെ തോൽപ്പിക്കുക തന്നെ ചെയ്യും എന്ന് അർച്ചന പറയുമ്പോഴാണ് കുറച്ച് തെളിവുകൾ വിജയശങ്കറിന്റെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത എത്തുന്നത്. പക്ഷേ കോടതിയുടെ മുന്നിൽ ഞാൻ തെളിയിക്കും, ഒരു പെണ്ണിന്റെ അഭിമാനം അത് എന്തൊക്കെ പറഞ്ഞാലും വലുത് തന്നെ ആണ് എന്നുള്ള കാര്യം, അതിനായി പോരാടുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് വ്യക്തമാക്കുന്ന അർച്ചന ഇതേ തുടർന്ന് കോടതിയിൽ ഗീതുവിനെ ഹാജരാക്കിയിരിക്കുകയാണ്. ഇതോടെ ഗീതുവിനെ നാണം കെടുത്തണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് ഇപ്പോൾ വിജയശങ്കറിന്റെ ചോദ്യത്തിനു മുന്നിൽ ഗീതു ആകെ പതറിപ്പോവുകയും ചെയ്യുന്നു. ഇതെല്ലാം അയാളുടെ തന്ത്രമാണ് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുന്ന അർച്ചനയാകട്ടെ തിരിച്ചടി കൊടുത്ത് കേസിൽ നിന്ന് ശിക്ഷ അയാൾക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് വിജയശങ്കറെ ഞെട്ടിച്ചുകൊണ്ടുള്ള തെളിവുമായി അർച്ചന മുന്നിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ കോടതിയുടെ മുന്നിൽ അതൊന്നും വിലപ്പോവുകയില്ല എന്ന് വിജയശങ്കർ വ്യക്തമാക്കിയത് അപ്രതീക്ഷിതമായ തിരിച്ചടിയാവുകയാണ് ഇപ്പോൾ അർച്ചനയ്ക്ക്. ഇതേ തുടർന്ന് വിജയശങ്കർ തന്റെ വിജയം ഉറപ്പിക്കുകയും ചെയ്യുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.